Okay, good afternoon, my dear friends. Good afternoon. ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ. അപ്പം ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറയാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഖദീജ. പക്ഷെ ആ സ്വന്തം എഴുതിയ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നോക്കിയോ? അതിനിടയിൽ വളരെ മനോഹരമായിട്ട് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഏത് വാക്കാണെന്നറിയോ? സ്വന്തം എന്നുള്ള വാക്കിൽ ഇല്ലേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് യാത്ര പോയാലോ? കുറച്ച് നേരമായില്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്? അപ്പോൾ നമുക്കൊന്ന് പോവാം അല്ലേ? എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൈയും പിടിച്ച്, അത് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ല കേട്ടോ, നിങ്ങളുടെ മൈൻഡിലുണ്ടായാൽ മതി. അവർ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെയാണ് നിങ്ങൾ യാത്ര പോകുന്നതെന്ന് കരുതുക. പേടിക്കണ്ട, ഞാൻ നിങ്ങളോട് അത് ആരാന്നൊന്നും അത്ര സീക്രട്ടായിട്ടൊന്നും അന്വേഷിക്കില്ല. നിങ്ങൾക്ക് ആരെയും കൂട്ടാം ഇല്ലേ? ഇപ്പോൾ പിന്നെ നമുക്ക് ലീഗലായിട്ട് തന്നവരെ മാത്രമേ കൂട്ടാവൂ അങ്ങനെയൊന്നുമില്ല. ആരുടെയും കൂടെ പോവാം. തൽക്കാലം അത് ആരുടെയും കൂടെ ആവാം. എന്ന് വെച്ചാൽ അല്ല, അത്ര അങ്ങ് കടന്ന് ചിന്തിക്കണ്ട. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. എന്നാലും പോയിട്ട് ഞാൻ പറയുമ്പോൾ തിരിച്ചു വരികയും വേണം. അപ്പോൾ പിന്നെ നിങ്ങൾ പൊക്കോ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് ഫാദർ ആവാം, മദർ ആവാം, ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, ഫ്രണ്ട്സ് ആവാം, ഇനി ഹൂവർ ഇറ്റ് ഈസ്, ഹസ്ബൻഡോ വൈഫോ ആരുടെയെങ്കിലും കൂടെ വേഗം പൊക്കോ, അത് അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മളിപ്പോൾ എഴുന്നേറ്റ് കേട്ടോ, എഴുന്നേറ്റ് ഡോറൊക്കെ കടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയി ഡോറൊക്കെ കടന്ന് അങ്ങനെ പോകുമ്പോൾ ഇനി ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെയാണ് അല്ലേ? അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നെ റോഡിലൂടെയാണ് നടക്കണമെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. കാരണം തിരക്ക് പിടിച്ച റോഡാണ്. നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ യാത്ര ചെയ്യണമെന്നൊന്നും ഇപ്പോൾ ഈ വണ്ടിയിൽ വരുന്നവന് ചിലപ്പം ബോധം ഉണ്ടാവും, ചിലപ്പം സ്പീഡായിരിക്കും, എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ പോവാണ്. അങ്ങനെ പോയിട്ട് കുറേ അങ്ങോട്ട് എത്തി. ഇപ്പം നമ്മൾ അവിടെ ഒരു കൊച്ചു കടയുണ്ട്, ഈ സൈഡിലാണുള്ളത് കേട്ടോ. ആ കൊച്ച് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കടയുണ്ട്. അവിടെ കുറച്ച് ചോക്ലേറ്റ്സോ എന്തെങ്കിലുമൊക്കെ മേടിച്ചോ. എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീണ്ടും പോയി ഒരു പാർക്കിൻ്റെ മുന്നിൽ എത്തുകയാണ്. അപ്പോൾ പാർക്കിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പേടിക്കേണ്ട, ടിക്കറ്റ് നമ്മുടെ സാറ് കൊടുത്തോളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പതുക്കെ അവിടെ നിന്നാൽ മതി. ടിക്കറ്റൊക്കെ കൊടുത്ത് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരുന്നു എന്ന് കരുതുക. ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും? ഇഷ്ടമുള്ള സ്ഥലത്താണല്ലോ ഇരിക്കുന്നത്. യെസ്, ഇഷ്ടമുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. നമുക്ക് വിചാരിക്കാം നമ്മുടെ പുഷ്പോത്സവമൊക്കെ നടത്തുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ടായെങ്കിലും അവിടെ മനോഹരമായ പല കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ആ മനോഹരമായ കാഴ്ചയിൽ കുറേ ചെടികളുണ്ട്, കുറേ പൂക്കളും എല്ലാം വിടർന്ന് നിൽക്കുന്നു ഇല്ലേ? അത് ആ പൂക്കളൊന്നും അല്ലെങ്കിൽ ചെടികളും എങ്ങനെയുള്ളതാണ്? എല്ലാം ഒരേ കളറാണോ? അല്ല. ഒരേ വലുപ്പമാണോ? അതുമല്ലല്ലോ. ഒരേ മണവുമല്ല. ഒരേ പൂക്കളല്ല, ഒരേ മണമല്ല, ഒരേ വലുപ്പമല്ല. പക്ഷേ അതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തുണ്ട്? ഒരു ഭംഗിയുണ്ട് അല്ലേ? ആ ഒരു ഭംഗി അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ അങ്ങോട്ടൊക്കെ. ചില ചെടികൾ വാടി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലേ? ചില ചെടികൾ എവിടെയോ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ചിലപ്പോൾ കുറേ ആളുകളെ ഒന്നിച്ച് കാണുമ്പോൾ എല്ലാവരും വളരെ ബിസിയാണ്, തിരക്കുകളാണ്, എല്ലാവർക്കും സന്തോഷമാണ്, സമാധാനമാണ് എന്നൊക്കെ നമുക്കൊരൊറ്റ നോട്ടത്തിൽ പറയാം. പക്ഷേ അതിൽ ചിലപ്പോൾ വാടലുകളും ചെറിയ ക്ഷീണവും ഒക്കെ ചിലരിൽ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ ഒരു പൂന്തോട്ടം നമ്മുടെ ഈ ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ്. അതായത് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക അല്ലേ? ഇപ്പോൾ നമ്മളെല്ലാവരും പാർക്കിലാട്ടോ ഇരിക്കുന്നത്. നീ ക്ലാസ് കഴിയുന്നവരെ ഞാൻ ഏതായാലും നിങ്ങളൊക്കെ കൂടെ വന്നതാണ്. നിങ്ങൾക്ക് അത്ര വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഉറപ്പാണല്ലോ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയല്ലേ വന്നിട്ടുള്ളത്. നിങ്ങളോടൊന്ന് ചോദിച്ചാലോ ഇപ്പോൾ അതാരുടെ കൂടെയാണ്? പറയാം. ഷാറുഖ് സാറെ സത്യം പറ, സാറാരുടെ കൂടെയാണ് പോയത്? അവള് ഇപ്പം എന്തായാലും ഷബ്ന പറയും ഞാൻ ഷാറുഖ് സാറിൻ്റെ കൂടെ പോയതെന്ന്. ആയിക്കോട്ടെ. ഫാത്തിമ, നീ ആരുടെ കൂടെ പോയത്? ഉമ്മയുടെ കൂടെ. ഫിലുക്കുട്ട, നീ ആരുടെ കൂടെ പോയി മോനെ? ഖദീജയുടെ കൂടെ. ഓക്കെ, ഖദീജയുടെ കൂടെ പോയി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? പല റിലേഷൻസും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഉമ്മയും ബാപ്പയും അതുപോലെ ഉമ്മയുടെ കൂടെ പോയവരുണ്ട്, ഉമ്മയുടെ കൂടെ പോയാൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ലത് ഇല്ലേ? അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയവരില്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ ശില്പയൊക്കെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോയത്. ഇനി ആരുടെയാണെന്നൊന്നും ഞാൻ
അങ്ങ് ചികഞ്ഞ് അന്വേഷിക്കുന്നത് അത്ര ശരിയല്ലല്ലോ അല്ലേ, വേണ്ട. അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. അല്ലാതെ വെറുതെ നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ അങ്ങനെ നടന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യണില്ല, എനിക്കാണെങ്കിൽ ആരുമില്ല, ഞാൻ ഇവിടെ അങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാരെങ്കിലും ബന്ധത്തിലുണ്ടാവോ? ഇല്ല. ഉറപ്പാണല്ലോ. കുറച്ചു നേരമൊക്കെ നിങ്ങളിങ്ങനെ സഹിച്ചു നിൽക്കും, പിന്നെ അവസാനം അവിടെ നിന്നുണ്ടാവും ഇങ്ങനെ അങ്ങനെ ഓരോരോ ഒരു ആക്ഷൻസ് ഇങ്ങനെ വരുന്നു, ഇറങ്ങിപ്പോ എന്നുള്ള മട്ടിൽ അല്ലേ. അങ്ങനെ ചിലപ്പം ചെരുപ്പേറോ കല്ലേറോ അങ്ങനെ പല പല ഏറുകളും വരും. ഏതായാലും നമുക്കറിയാം ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചില മാനദണ്ഡങ്ങൾ, നമ്മുടെ സൊസൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ചു ആരുടെയും കൂടെ പോകാമോ എന്ന്. ആരുടെയും കൂടെ പോവുകയൊക്കെ ചെയ്യുക, പക്ഷേ പോവേണ്ടതുപോലെ പോകണമെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബന്ധനങ്ങളാവാതിരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞു നിങ്ങൾ കണ്ട ചെടികളെല്ലാം ഇപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാം പല വലുപ്പത്തിലാണ്, പല കളറിലാണ്, എല്ലാമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതുകളെല്ലാം കൂടിച്ചേരുമ്പോഴല്ലേ റിലേഷൻസ് ആവുന്നത്? ആണല്ലോ. ഞാൻ ഒറ്റക്കൊരു റിലേഷനാണോ? അല്ല. നമുക്കൊക്കെ ഇവിടെ ജനിച്ച് വീണ അന്ന് മുതൽ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൾ, അങ്ങനെ ഓരോരോ ബന്ധങ്ങൾ അവിടെ തന്നെ അങ്ങോട്ട് കൂട്ടിയുറപ്പിക്കുകയാണ്. അത് നമ്മൾ ചോദിച്ചിട്ടൊന്നല്ല. ഏതായാലും ഒരാളുടെ മകളാണ്, നമുക്കൊരു ഫാദറുണ്ട് മദറുണ്ട് ഉറപ്പായിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ആരുടെയെങ്കിലും സഹോദരിയോ സഹോദരങ്ങളോ ആയിരിക്കും. ചിലപ്പോൾ ഏറ്റവും വലുത് നമ്മളാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞേ ആവുള്ളൂ. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരാളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, ഇതൊക്കെ ആവാം, അല്ലാതിരിക്കാം, അതൊക്കെ ഓരോ സാഹചര്യം പോലെ. എന്തായാലും നമ്മൾ ആദ്യമേ നമുക്ക് അറിയാം, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലേ. എന്തൊക്കെയാണ് നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യാറുള്ളത്? ഓരോരുത്തരായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു പോയിന്റൊക്കെ. ഇഷ്ടങ്ങൾ. യെസ്, വെരി ഗുഡ്. ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ യെസ്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുക. പിന്നെ സങ്കടങ്ങളിൽ പങ്കുചേരുക. ഓക്കെ. അപ്പോൾ എല്ലാ പോയിന്റും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എൻ്റെ പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാലും അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത്, ഞാൻ ഏതായാലും ഇവിടെ വന്ന് നിന്നല്ലോ, അപ്പോൾ ഞാനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പറയാം. നമ്മുടെ ശില്പ പറഞ്ഞ പോയിന്റ്, നല്ല രീതിയിൽ സംസാരിക്കുക അല്ലേ, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എന്തുണ്ട്, ആദ്യം തന്നെ നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരൻസ് ആവട്ടെ, അല്ലെങ്കിൽ പാരൻസും മക്കളും ആകട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ, ഹസ്ബൻഡും വൈഫും ആവട്ടെ, ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ നമ്മൾക്കിടയിൽ ഉണ്ടാവണം. അത് ഈ ഹെൽത്തി എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമായിട്ടാ. ഇനിയിപ്പോൾ ചിലവർ പറയും എല്ലാ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവണമല്ലോ, എന്നാൽ ഞാൻ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്ന് പറഞ്ഞേക്കാമെന്നൊന്നും അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനെയല്ല, പറയേണ്ടവരോട് പറയേണ്ടത് പറയുക അല്ലേ. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴാണോ ഉപ്പയോട് ഉപ്പ നിങ്ങളങ്ങോ അങ്ങനെയാണോ സംസാരിക്കുക? ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ അല്ലേ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സുഹൃത്തുക്കളെ എൻ്റെ മോനെ ഒരു കാര്യം കേൾക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരടിയൊക്കെ കൊടുക്കും. അതുപോലെ ചെന്നിട്ട് ഗ്രാൻഡ് ഫാദറിനെ അടിക്കാൻ പറ്റുമോ? കേമായില്ലേ. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഗ്രാൻഡ് ഫാദർ അല്ല, കുറച്ചുകൂടെ മുന്നത്തെ ഗ്രാൻഡ് ഫാദറിനെ ആലോചിക്കുക. എന്നാ പിന്നെ അനുസരണ ഇല്ലാത്തവൻ. അല്ലേലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ്റെ വളർച്ച കണ്ടപ്പോഴേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 ചീത്ത കൊണ്ട് കേൾക്കും. അപ്പം അതെ, പിന്നെ അച്ഛനും അമ്മയ്ക്കായി കുറ്റം. അപ്പോൾ ഏതായാലും ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരോടും ഏതൊക്കെ രീതിയിൽ പറയണം അതുപോലെ പറയണം. ഇനി അതേപോലെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും പിന്നെ ഈ ചെറിയ കുട്ടികൾ നമ്മളുടെ ഈ മാരിറ്റൽ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്, ഇങ്ങനെ പ്രീ മാരേജ് കോഴ്സുകളൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ പറയാണ്ട് ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്നാൽ അതും കേട്ട് പോയിട്ടേ പിന്നെ ചെന്ന് കല്യാണമൊക്കെ കഴിച്ച് നമ്മളൊരു പുതിയ വീട്ടിൽ പോയി ചെന്നതിൻ്റെ പിറ്റേസം തന്നെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം, എന്തായാലും കമ്മ്യൂണിക്കേഷൻ വേണമെന്നല്ലേ പറഞ്ഞേക്കണം, അയാളുടെ സ്നേഹം മുഴുവനായിട്ട് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ അവളുടെ സ്നേഹം മുഴുവനായിട്ട് എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങ് നടത്താം. എനിക്ക് 5ാം ക്ലാസ് മുതൽ ഞാനൊരു കുട്ടീനെ 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടീനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. 8ാം ക്ലാസ്സിനോ വേറൊരുത്തനെ നോക്കി അവനെനിക്കൊരു പേന തന്നു, മിഠായി തന്നു. ഇത് മുഴുവൻ അങ്ങനെ പറയാനല്ല പറയേണ്ടത്. നമുക്കറിയാം ചില കാര്യങ്ങൾ അങ്ങനെ മുഴുവനായിട്ടൊന്നും പോയി പറയണ്ട, എന്നാൽ പറയേണ്ടത് ചില സമയത്ത് പറയണം അല്ലേ. നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇന്നതായിരുന്നു,
അത് ആയിരുന്നു ആണ്, പാസ്റ്റാണ് അല്ലേ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന കാരണങ്ങൾ അത് നടന്നിട്ടില്ല എന്ന് അയാൾ അറിയാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ അറിയാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. കാരണം കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നതല്ലല്ലോ മറിയം എന്നെക്കുറിച്ച് പറയാം. മറിയം വേറെയാണോ, കണ്ടോ അവളുണ്ടായിരുന്നു അന്ന് ബൈക്കിൽ ഇങ്ങനെ പോണതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ബൈക്ക് പോയത് ആരുടെ കൂടെയാ, എൻ്റെ ബ്രദറിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട്, എനിക്ക് വേറൊരു കണക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ വിചാരിച്ചതാണ് എന്ത്, ഞാൻ ബൈക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇതൊക്കെ തെറ്റാണ് എന്ന് അങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നവർത്തനാണെങ്കിലോ എന്നാ കാര്യം തീരുമാനമായി. പക്ഷെ എന്തായാലും അപ്പൊ അതുകൊണ്ട് എങ്ങനെയാ ചെയ്യാം, എന്നാ പിന്നെ തീരുമാനമായി, നോക്കണ്ട. അപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഏതായാലും കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ പിന്നെ എന്താ പറയുക, ആളുടെ പിന്നെ കണക്ഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടൊരു കഥയുണ്ട്. ഒരിക്കൽ ഞങ്ങളിങ്ങനെ ആശുപത്രിയിൽ പോവുക. അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഡോറ് തുറക്കുമ്പോൾ ഡോറ് തുറന്ന് പെട്ടെന്നുണ്ട് ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന്. അപ്പോൾ ഈ അസ്സലാമു അലൈക്കും, അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സലാം പറഞ്ഞു വരുന്ന ആൾ അത് ഹോസ്പിറ്റലിലുള്ള അവിടുത്തെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വളരെ നമ്മളെങ്ങനെ സ്വീകരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇത് ആരായിരുന്നില്ല, ആ ഹോസ്പിറ്റലിൽ ആരും ആയിരുന്നില്ല. എന്തായാലും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആളായിരുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ആളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. പക്ഷെ അവർ സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ സങ്കടവും തോന്നി. അങ്ങനെ ഏതായാലും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പാരൻസിനോട്, അതുപോലെ പാരൻസിനോട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഡാ നീ ഒന്നും മിണ്ടായിരിക്കും, പിന്നെ ഇനി ഞാൻ 100 കൂട്ടം പണിയാ, എൻ്റെ ദോശ കരിഞ്ഞു പോകുന്നു, എൻ്റെ സാമ്പാർ കരിഞ്ഞു, ഇതൊന്നല്ല. കുട്ടിക്ക് പറയാനുണ്ട് നമ്മളോട് കുറേ കാര്യങ്ങളല്ലേ, കുട്ടിയോട് പറയണം. അതേപോലെ പിന്നെ വൈകുന്നേരം നമ്മളോട് വന്നു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ ചിലർ കേൾക്കും, ചിലർ കേൾക്കാതിരിക്കും. ഇല്ലേ, നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഉപ്പയൊക്കെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾ കഥ കേട്ടിരിക്കാറുണ്ടോ? ഉണ്ട്. അവർക്ക് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ഇതൊക്കെ, അപ്പോൾ അത് കേൾക്കണം. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിലും അത് കേൾക്കണം. അദ്ദേഹം എപ്പോഴും പഞ്ചസാരയും തക്കാളിയും മുളകും വെള്ളരിയും കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ ചിക്കനും ബീഫും മാത്രം കൊണ്ടുവരാനുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന് പറയാനുണ്ട്, അല്ലെങ്കിൽ അവക്കുമുണ്ട് കുറേ പറയാൻ. അതൊക്കെ ഒന്ന് കേൾക്കാനാവുക അല്ലേ, അതാണ്. കേൾക്കണം. നമ്മൾ കേൾക്കാറുണ്ടല്ലോ. യെസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. എന്നാ പിന്നെ വീട്ടിലേക്ക് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വരുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണോ? അല്ല, അവരുടെ വ്യക്തിത്വത്തെ ഒന്ന് ബഹുമാനിക്കുക അല്ലേ. കാരണം അവരെന്താണ് ഇത്രയും കാലം, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഡിഗ്രിക്ക് കിട്ടിയ ഒരു സുഹൃത്താന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇവിടെ സ്റ്റുഡൻസും ഉണ്ടല്ലോ. അപ്പോൾ ഡിഗ്രിക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അവർ കുറേ കാലം വേറെ സ്ഥലത്ത് ജീവിച്ചവരാണ് ആണല്ലോ, പിന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തുണ്ട്, കുറേ ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ആ സൗഹൃദത്തെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന് പകരം പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇന്ന ആൾ ഇന്നതേ പറയാവൂ എന്നുള്ള, ഇപ്പോൾ വീട്ടിൽ അച്ഛൻ ഒരു ഓർഡർ ഇടുന്നു, അതെ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് എല്ലാണവും വീട്ടിൽ കയറിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പം 6:05 ആവും. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടി ചിലപ്പോൾ 6:05 ആവും. ചിലപ്പോൾ റോഡിലൂടെ വണ്ടി ഓടി വേണമല്ലോ ഇവിടെ എത്താൻ. അപ്പോൾ ആ സമയത്ത് വന്ന് കയറുമ്പോൾ എന്താടാ എന്ന് ചോദിച്ചിട്ട് അവനെ അങ്ങ് പറയുന്നതിന് പകരം എന്തിനായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ കാരണങ്ങൾ ചോദിക്കേണ്ടി വരും ഇല്ലേ. അപ്പോൾ അതേപോലെ അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞ് അവരെ അതുപോലെ ചിലർക്ക് ചില ദിവസങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാം ഒരുപോലെ ചെയ്യാൻ ഇതൊരു എന്തല്ല, നമ്മളാരും ഇങ്ങനെ കമ്പ്യൂട്ടറൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സാധനം ഫീഡ് ചെയ്ത് വെച്ചാൽ എന്നിട്ട് അത് മാത്രം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരല്ല. നമുക്ക് പല ദിവസങ്ങളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ ആ തരത്തിൽ നമ്മൾ അതിനെ ഒന്ന് ഓർഡർ ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഇമോഷൻസിനെയും അവരുടെ ശാരീരിക അവസ്ഥയെയും എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അവരൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അല്ലാതെ എല്ലാം ഞാൻ പറയണ പോലെ തന്നെ നീ കൃത്യം 10 മണിക്ക് അങ്ങനെയൊന്നല്ല. ചില ദിവസം ആ കൃത്യം 10 മണിയൊക്കെ ഒന്ന് ചിലപ്പോൾ 10:01 ആയിന്ന് വരും, അങ്ങനെയൊക്കെ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൃത്യതയൊക്കെ പുലർത്തണം കേട്ടോ. പങ്ക്ച്വാലിറ്റി ഇതൊന്നും വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇല്ലേ, അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാനായിട്ട് റെസ്പെക്റ്റ് എന്നുള്ളത് പറയും. പലപ്പോഴും ഇല്ലാതെ പോകുന്നതും അതുമാണ് ഇല്ലേ. നമുക്ക് നമ്മുടെ അധ്യാപകരോട് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സുഹൃത്തുക്കളോട് നമ്മൾ സുഹൃത്തുക്കളെ ബഹുമാനിക്കണോ, പിന്നെ വേണ്ടേ, അവനെ നമുക്ക് എന്തും പറഞ്ഞ് വേദനിപ്പിക്കാം, അതാണോ സുഹൃത്ത്?
അല്ലല്ലോ. അല്ലെങ്കിൽ എന്ത് നമുക്കിപ്പോൾ എല്ലാത്തിനെയും ട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ പറയാറുണ്ട് ഈ എന്താ പറയുക കൊമേഡിയന്മാരെ കൊണ്ട് നമ്മൾ തോറ്റിരിക്കുകയാണ് അല്ലേ ചിലപ്പോൾ. ഇപ്പോൾ അതിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞിരിക്കുന്നു. തമാശ എന്ത് സങ്കടങ്ങളെയും എന്തിനേയും തമാശയാക്കുന്ന ട്രോളാണ് അത്രേ. അത്രയൊന്നും ട്രോളേണ്ട ആവശ്യമില്ല. എന്താ ഇത്? അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് നമ്മൾ മാത്രമാണ് വലുതെന്നും നമ്മുടെ ഫീലിങ്സുകൾക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ, മറ്റുള്ളവൻ്റെ ഫീലിങ്സിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആവശ്യത്തിനൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല, തമാശയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ അവരെ അത് ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയെങ്കിലും ചെയ്യുക, അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം സപ്പോർട്ട് ആൻഡ് കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അതിന് പകരം എന്തിനാ ഇത്, രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്, രാവിലെ തന്നെ പോവുകയാണ്, അവിടെ ഒരു ക്ലാസ് ഉണ്ട് അത്രേ, ഇനിയിപ്പോൾ അതുകൊണ്ടാ അപ്പോൾ വലിയ കാര്യം, ഇവിടെ ക്ലാസ് എടുക്കണ കുറേ ആൾക്കാരില്ലേ, എന്താ പിന്നെ എന്നിട്ടിപ്പോൾ അവരൊക്കെ കൂടെ ഇപ്പോൾ എന്താ ചെയ്തെടുത്തേ ഇല്ലേ? ചില ആളുകൾ നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ലേ? എല്ലാവരും നമ്മളോട് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അടിപൊളിയായിട്ടുണ്ട് ട്ടാ എന്നാണോ പറയാറുള്ളത്? ഇനി ചിലപ്പോൾ ചിലവർ പറയൂട്ടാ, അങ്ങനെ പറയും, ആ നല്ലതാട്ടോ, അടിപൊളിയാണ്. എന്നിട്ട് അപ്പം നമ്മളിങ്ങനെ പോവുകയാണേ, നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നടന്ന് അങ്ങോട്ടൊക്കെ നമ്മളങ്ങോട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്തുണ്ടാവും പിന്നെ അവിടെയൊക്കെ ഇപ്പോൾ വന്നിട്ട് അപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല അല്ലേ? പിന്നെ അതുകൊണ്ടൊക്കെ ഇപ്പോൾ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യണം. അവരെന്താ പറയണത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമുക്കും ഇല്ലല്ലോ അല്ലേ? അത് തിരിഞ്ഞു നോക്കണ്ട. എന്നാൽ പിന്നെ ആ ഒരു തരത്തിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക മറ്റുള്ളവരെ. സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ കയ്യടി ചോദിച്ചു വാങ്ങേണ്ട ഗതികേടാണല്ലേ അല്ലേ? നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ചില പരിപാടികളൊക്കെ പിന്നെ കയ്യടി പോരാ പോരാ എന്നും പറഞ്ഞിട്ട് പല ആങ്കർമാരിങ്ങനെ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ടാവും, പോരാ കയ്യടിക്ക് എന്ത് കയ്യടിക്കണം, എന്താ നമുക്ക് അന്നേരം കയ്യടിച്ചാൽ വല്ല പൈസ ചിലവുണ്ടോ? ഒന്ന് കയ്യടിച്ചാലോ പോലെ ഇല്ലേ? ഇപ്പൊ ഞാനും ചോദിച്ചു മേടിച്ചു, പക്ഷേ ഇല്ലേ നിങ്ങൾ തരാൻ റെഡിയാണ്. അപ്പോൾ കയ്യടി നമുക്ക് ഈ പിശുക്ക് ഭയങ്കര പിശുക്കാണ്. ഈ കയ്യടി കൊടുക്കണതിന് വല്ല നമുക്ക് പൈസ ചിലവുണ്ടോ? ഇല്ലല്ലോ. പൈസ ചിലവാക്കാൻ നമുക്ക് മടിയാന്നിരിക്കുക, അതിനൊന്നും പൈസ ചിലവില്ല. എന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ കണ്ടോ, അതൊരു ചെറിയ കുട്ടിയാണെങ്കിലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ചെറിയ മോനാണ് അല്ലെങ്കിൽ ചെറിയ മോളാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം ഇപ്പം നമ്മുടെയൊക്കെ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹന്നക്കുട്ടി ചെറിയ കുട്ടിയാണ് അല്ലേ? ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൾ എത്ര മനോഹരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തത്, എത്ര കാര്യങ്ങളാണ് അവൾ പഠിച്ചു വന്നത്. അതെന്താ ചിലപ്പോൾ നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ആ കാലഘട്ടം കേട്ടോ, എന്നോട് ചെന്നിട്ട് കസേര ഇരിക്കാൻ പറഞ്ഞാൽ എനിക്കൊരു മടിയാണ്. ഞാനിങ്ങനെ കസേരയുടെ അറ്റത്ത് ഇങ്ങനെ ഇരിക്കും, ഒരു ഇതായിട്ട്. എനിക്ക് ഇങ്ങനെ ഒരു സദസ്സിന് മുന്നിൽ വെച്ചിട്ട് ഇരിക്കാനൊരു മടിയാണ് അതുകൊണ്ട്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും കഴിവിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? വിശ്വസ്തത ഇല്ലേ? അതാണ് പലപ്പോഴും പലരും ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലാസ്സുകളിലൊക്കെ കൗൺസിലിംഗ് ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. പല കുടുംബങ്ങളും തകർന്നടിയാനുള്ള കാരണം എന്താ പ്രശ്നം? എന്തോ ഒരു രോഗമുണ്ട്, പനിയാണോ? യെസ്, വെരി ഗുഡ്, സംശയരോഗം അല്ലേ? സംശയമാണ്. എന്താണെന്നറിയില്ല, എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫോണ് ബിസിയാണ്. പിന്നെ അവളുടെ ഫോണ് അപ്പോഴേക്ക് ബിസി ആവുകയാണ് അല്ലേ? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് വിളിച്ചു നോക്കിയപ്പോൾ അവളുടെ ഫോണ് ബിസിയാണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോണ് ബിസിയാണ്. എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ വൈകുന്നേരമായി 4 മണിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചു നോക്കിയപ്പോൾ ബിസിയാണ്. എന്താ മനുഷ്യന്മാരെ, ഇത് നമ്മളെ മാത്രം അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനാണോ ഈ ഹസ്ബൻഡും വൈഫും ഉണ്ടാവുക? അല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ വേറെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റിയാണ്, ഈ ബെസ്റ്റി നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനാ? ഇല്ല, നമ്മളെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല അവർക്ക് പണി. ഇപ്പോൾ ചിലപ്പോൾ ഈ 10 മണി ഞാനിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് പിന്നെ എന്താണ് ഫോൺ ബിസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? അവൾക്ക് ചിലപ്പോൾ എന്നും കൂടെ പോകാനൊരു കൂട്ടുകാരി ഉണ്ടാവും. എന്താ നല്ലതായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ഒരു കൂട്ടുകാരി ഉണ്ടാവും, ആ കൂട്ടുകാരിയെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് എല്ലാ സമയത്തും അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, അതെ ഞാൻ മിസ് കോൾ അടിക്കും അല്ലെങ്കിൽ ഞാൻ വിളിക്കും, അപ്പോൾ നീ ഇറങ്ങിയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് പിന്നെ ബിസി ആയിട്ടുണ്ടാവുക. എന്താ അങ്ങനെ ചിന്തിച്ചാൽ എന്ന് വെച്ചിട്ട് ഇനി എന്തും കൂട്ടുകാരീനെ വിളിക്കുകയാണ് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അതല്ല. എന്നാലും നമുക്ക് അങ്ങനെ ആലോചിക്കാം അല്ലേ? അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ
ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെ വിളിച്ചതായിരിക്കും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, എൻ്റെ ഓഫീസിൽ നിന്ന് വരികയാണ്, നീ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാവില്ലേ, നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് പോവാം. ഈ വീട്ടിലിരുന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ ഷാറൂഖ് സാർ പറഞ്ഞ പോലെ ഉപ്പില്ല മുളകില്ല, ഈ ഇല്ലായ്മകളുടെ കെട്ടഴിക്കണേ അത് കേൾക്കണേനേക്കാൾ നല്ലതല്ലേ കുറച്ച് നേരം ഓടുക, കളിക്കുക, ഫുട്ബോൾ കളിക്കുക, കുറച്ച് ഗോള്, അത് അവിടെ ഗോൾ അടിച്ചാൽ അത് ഗോൾ ഉണ്ട് എന്നേ പറയത്തുള്ളൂ, അതില്ലെന്ന് പറയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഈ ഇല്ലായ്മകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കുറേ ഉണ്ട് എന്നും നമുക്ക് കേൾക്കണ്ടേ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവാം എന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ ചിന്തിക്കാം. അല്ലാതെ ഈ സംശയം വെച്ച് ആരെയാ വിളിക്കുന്നത്, എവിടേക്കാണ് മെസ്സേജ് അയക്കുന്നത്, ഇത് മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ആരോടോ ഒന്ന് ചിരിച്ചു, എവിടെ പാവം ആ മനുഷ്യൻ കുറേ കാലം മുമ്പ് എവിടെയോ വെച്ച് കണ്ട ആളെ നീ കണ്ടിട്ട് എങ്ങനെയാ ചിരിക്കാതിരിക്കുക ചോദിച്ചാൽ ചിരിച്ചായിരിക്കും. അന്നത്തെ രാത്രിത്തെ മുഴുവൻ പ്രശ്നം ചിരിച്ചതായിരിക്കും. അത് പകല് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ത്, എല്ലാവരോടും നല്ലൊരു സ്മൈല് നിങ്ങളുടെ മുഖത്തുണ്ടാവണം എന്ന്. ആ പാവത്താനെ അത് കേട്ടിട്ട് ചിരിച്ചതാണ്. അതൊന്ന് ആ ക്ലാസ്സും കേട്ട് വരുമ്പോഴാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ, ഒരു പഴയ സുഹൃത്തിനെ കണ്ടത്. അപ്പോൾ ഒന്ന് ചിരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇന്നലെ വരെ ഒരു ചിരി ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങളുടെ മുഖത്ത്, ഇല്ലേ? ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു, ഭയങ്കര സീരിയസ് ആയിരുന്നു, ഇന്ന് നിങ്ങൾക്കൊരു ചിരി എന്നുള്ള നിലക്ക് നമ്മൾ ആ ചിരിയും പ്രശ്നമാണ്. അങ്ങനെ ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം വിശ്വസിക്കുക. അതുപോലെ എൻ്റെ കൂട്ടുകാരിയാണ്, എനിക്ക് എപ്പോഴും കൂടെ എല്ലാവരും ഒന്ന് ഓരോരുത്തരുടെയും അടുത്തടുത്തുള്ളവരുടെ കയ്യൊന്ന് മുറുക്കെ പിടിച്ചേ, ഇല്ലേ, ഐ ആം വിത്ത് യു എന്നൊന്ന് പറഞ്ഞേ. യെസ് അല്ലേ, നമ്മളൊക്കെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടോന്നും വിശ്വസിക്കുകയല്ലേ, എല്ലാവരും ഉണ്ട്, വിശ്വസിക്കുകയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ. അല്ലാതെ എപ്പോഴും എന്ത് ചെയ്യില്ല, ഇങ്ങനെ പറ്റിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറഞ്ഞും അങ്ങനെ കഴിഞ്ഞു പോകാനുള്ളതല്ല. പിന്നെ അടുത്ത പോയിന്റായിട്ട് പിടിവാശി ഒഴിവാക്കുക, അല്ലേ? ഇന്ന ആള് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലെങ്കിൽ എൻ്റെ മകൻ, ഞാൻ എൻജിനീയറാ, എന്നാൽ എൻ്റെ മോന് അതിലും കുറഞ്ഞ ഒന്നും ആവാൻ പാടില്ല, ഇത് ഞാൻ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ഭയങ്കര സേഫാണ് കാര്യങ്ങളൊക്കെ, എന്നാൽ എൻ്റെ മോനും ടീച്ചർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അഫ്ലഹ നീ ടീച്ചർ ആവുന്നുണ്ടോടാ? നോ, പൈലറ്റ്. അപ്പം അതാണ്. യെസ്, ഇനി ആരുടെങ്കിലൊക്കെ പാരൻസ് അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും, നിങ്ങളൊക്കെ ഡോക്ടറാവും എന്ന് പറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആരും പിടിവാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇന്ന പോലെ ഡ്രസ്സ് ധരിക്കാവൂ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ആ മനുഷ്യന് അങ്ങനെ കുട്ടപ്പനായിട്ട് എല്ലാ സമയത്തും ഇറങ്ങാനൊന്നും കഴിയില്ല, പലർക്കും പല തരത്തിലുള്ള ജോലികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ബിഫോർ മാരേജ് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ, ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, പിന്നെ അവനൊരു സുന്ദരനായിരിക്കണം, അവനിങ്ങനെ ബൈക്കും കൊണ്ട് വരണം, ഫ്രണ്ടിൽ നിൽക്കണം, എന്നിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകണം എന്നൊക്കെ പറയും. ചിലപ്പം ബൈക്കിലാവും, ചിലപ്പോൾ എന്നെ പോലെ ചിലപ്പോൾ ലോറിയിലാവും കയറിക്കൊണ്ടി വരിക. എൻ്റെ ഹസ്ബൻഡ് ലോറിയിലാണ് ഡ്രൈവർ, അപ്പോൾ ഉള്ളതിലല്ലേ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ലോറിയിൽ. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ പിടിവാശിയെ കണ്ട് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുക, കുറേയൊക്കെ വിട്ടുകൊടുക്കുക. അതെ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനിങ്ങനെ ജീവിതമൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനും ഇപ്പോൾ നിങ്ങളെ പോലെയൊക്കെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ വന്നതായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താ അറിയോ, ഞാൻ കരയും, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് കരയുമ്പോൾ എന്ത് ചെയ്യണം, ഹസ്ബൻഡ് വന്ന് എന്നെ കൺസോൾ ചെയ്യണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. പിന്നെ എന്നിട്ട് സാരല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പറയാതിരിക്കുന്നത് ശരിയോ തെറ്റോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏതായാലും അതൊന്ന് പറഞ്ഞാൽ മതി എന്നോട്. പക്ഷേ പുള്ളി ചിലപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയാണെങ്കിലും അദ്ദേഹം കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ കരഞ്ഞത് ഒരു വലിയ തെറ്റായ പോലെ, അല്ലെങ്കിലും ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് നിന്റെ കരച്ചിൽ കാണാനാണോ ചോദിക്കും. അപ്പം എന്തായി, അവിടെ കരഞ്ഞതായി തെറ്റിട്ടോ. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് മനസ്സിലായി, കരഞ്ഞിട്ടൊന്നും ഇനി വലിയ കാര്യമില്ല, അതങ്ങോട്ട് നിർത്തിയേക്കാന്ന്. പിന്നെ ഞാൻ പുതിയൊരു വേല എടുത്തു നോക്കി. എന്താണെന്നറിയോ, പിണങ്ങിയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ ഒന്ന് പിണങ്ങിയിരിക്കും. അപ്പോൾ ഞാനെന്താ വിചാരിക്കണത്, സോൾവ് ചെയ്യണം, എന്താണെന്നെങ്കിലും ഒന്ന് ചോദിക്കണം എന്നില്ലേ. എന്താ ചോദിക്കണം, പുള്ളി ഉണ്ടാവും ഇങ്ങനെ കുറേ. ഞാൻ എന്നുണ്ടെങ്കിലേ പിണങ്ങിയിട്ട് ഇങ്ങനെ പോയിരിക്കും കേട്ടോ, കട്ടുമ്മ കയറി ഇങ്ങനെ ചാരി അങ്ങനെ ഇരിക്കും, കയ്യൊക്കെ അങ്ങനെ വെച്ച് സ്റ്റഡിയായിട്ട് ഒന്നും മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കും. അപ്പോൾ ആളിങ്ങനെ വരുന്നുണ്ടാവും. ആളിങ്ങനെ വന്നിട്ട് ഞാൻ പിണങ്ങിയതാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ഒരു കഥ അറിഞ്ഞിട്ടുണ്ടാവും. പുള്ളി ഉണ്ടാവും നമ്മുടെ ഷാജിയുടെയും വിനോദിൻ്റെയും കോമഡികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കൊമ്പങ്കാട്ട് കോയേ കുഞ്ഞാപ്പോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. പിന്നെ ഈ മനുഷ്യൻ്റെ മുന്നിൽ പിണങ്ങിയിരുന്നിട്ട് കാര്യമുണ്ടോ? അതോടുകൂടി ഞാൻ അതും നിർത്തി, പിണക്കവും നിർത്തി, ഇനി അതും വേണ്ട. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല, നമ്മളെ തേടി ഒരുപാട് സൗഹൃദങ്ങൾ വരും. പിന്നെ അടുത്തൊരു പോയിൻ്റായിട്ട് കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരോട് സൗഹൃദം പുലർത്തണമെന്ന് നമ്മളൊന്ന് നോക്കണം, അല്ലേ? നമ്മുടെ ചുറ്റും കുറേ ആളുകളുണ്ട്. ഇപ്പോൾ
എൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അടിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം എന്നുള്ളത്. ആ സ്വന്തമായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ അവർക്കും ചിലത് അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വൈഫുണ്ട്, ഹസ്ബൻഡുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥ ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ചിരവ, ഒലക്ക, ചൂല് ഒക്കെ ഓരോരോ മൂലകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാരി വെക്കുമായിരുന്നു. ഇപ്പൊ ആരെയാ ചാരി വെക്കുന്നത്? ഓരോ മനുഷ്യന്മാര് ഓരോ മൂല അല്ലേ, 4 പേര്, 4 വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഓരോ ഒലക്ക, അച്ഛൻ ഒലക്ക, അമ്മ ഉരല് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനെയും അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചാരി വെച്ചിട്ട് ആരോടാ? എനിക്ക് കുറെ ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ട്, ഫ്രണ്ട് റിക്വസ്റ്റ് അല്ലേ. എനിക്ക് ഇന്ന് വന്നേക്കണത് ഫ്രണ്ട് റിക്വസ്റ്റ് ഇന്നയാളുടെ. ഇവൻ ആരാ നമുക്കറിയോ? ആരാന്നൊന്നും അറിയില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്നിട്ട് പറയാ, അമ്മ എനിക്ക് പരീക്ഷയ്ക്ക് 49 മാർക്ക് കിട്ടി. അപ്പൊ എത്രയില്ല? 50-ല്. ഇല്ലേ 40. അപ്പൊ നമ്മൾ ചോദിക്കും, ഒന്നുകിൽ ചോദിക്കും, എന്താടാ 51 മാർക്ക് കഴിഞ്ഞിട്ടാണോ നീ ഒരു 51 മാർക്ക് കൂടെ നിനക്ക് എവിടെ പോയിന്ന്? അതിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട് 50-ല് 49 എന്ന്. ഇത് മുഴുവൻ നമ്മൾ നോക്കിയോ? ഇല്ലാത്ത അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഇല്ലാത്ത 1 മാർക്ക് എവിടെ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ശ്രദ്ധിക്കാം, ആ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരൊക്കെയോ ശ്രദ്ധിക്കണോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. വിശാലമായ ലോകമാണ്. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ട്, നമ്മുടെ സൗഹൃദം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ വളരെ വൈഡാണ് അല്ലേ. ലോകം വളരെ വിശാലമാണ്. എങ്കിൽ പോലും നമ്മളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം അതിങ്ങനെ കൂടി വരിക, മറ്റതിങ്ങനെ കുറഞ്ഞു വരിക. സൗഹൃദങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ നമ്മൾ പറയാറുണ്ടല്ലോ, സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്നവനാണ് നമ്മുടെ സുഹൃത്ത്. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ അച്ഛനാവാം, അമ്മയാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. ഇതൊക്കെ അല്ലാതെ സുഹൃത്ത് പറഞ്ഞ വേറൊരു സാധനത്തിന് തന്നെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ആരും നമ്മുടെ സുഹൃത്താണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഒരു ഹസ്ബൻഡ് മാത്രമായിരുന്നെങ്കിൽ ജീവിതം ഇത്രയും കാലം സക്സസ് ആയിട്ട് പോവില്ല. അദ്ദേഹം വളരെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് ഉള്ളത്. കാരണം എന്താ അറിയോ, 2 പേരുടെയും 2 തലങ്ങളിലുള്ള ജോലിയാണ്. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് പിന്നെ സ്കൂളിലെ കാര്യങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളാണ് പറയേണ്ടാവുക. ഹസ്ബൻഡോ ഒരു ഡ്രൈവറാണ്. പക്ഷേ അദ്ദേഹം എല്ലാ കാര്യത്തെക്കുറിച്ചും പറയുന്നുള്ളതാണ് വേറൊരു കാര്യം. അതോടൊപ്പം എനിക്ക് ഓരോ ബസ്സിൻ്റെ സമയം, അല്ലെങ്കിൽ ബസ്സിന് ഓരോ ഡ്രൈവേഴ്സ് ബത്ത, എവിടെ നിന്നാണ് ലോഡ് കിട്ടുക, എവിടെ നിന്നാണ് എങ്ങനെയാണ് ലോഡ് ഇറക്കുമ്പോഴുള്ള മര്യാദ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം ഞാൻ എന്താണെന്നറിയോ, ഇതൊക്കെ കേട്ടിരിക്കും. എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഞാൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ പലപ്പോഴും നല്ലൊരു സ്പീക്കർ ആവുന്നതോടൊപ്പം എപ്പോഴും നല്ല ലിസണർ കൂടി ആയിരിക്കുക എന്നുള്ളതൊരു നിർബന്ധമുണ്ട് ഇല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ലൊരു റിലേഷൻഷിപ്പ്. ഇനി നിങ്ങൾക്ക് കുറേ പോയിന്റുകൾ ഉണ്ടാവും, പക്ഷെ നമുക്കൊരു ടൈം ബൗണ്ടഡ് ആണല്ലോ നമ്മുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പല ബന്ധങ്ങളും ബന്ധനങ്ങളായി തീരുന്നതെന്നൊന്ന് നോക്കിയാലോ. ഒന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പം എന്തുകൊണ്ടോ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ആളുകൾ നോക്കാനുണ്ട്. അപ്പം പിന്നെ എന്താ പറയുക, നമ്മുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് നല്ല ഡ്രസ്സ് നല്ല ഷർട്ടൊക്കെ ധരിച്ചിട്ട് പോകുമ്പോൾ വൈഫുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളെന്ത് പറയുന്നില്ല അവരോട്? ഹായ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കണ്ടോ ഈ ഡ്രസ്സിൽ നീ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, സുന്ദരനായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നില്ല. എന്നാൽ നമ്മൾ ആരോട് പറയും? ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും പറയാനറിയാം അല്ലേ. പറയാറില്ലേ നമ്മൾ? നിങ്ങൾ വീട്ടിലുള്ളവരോട് അങ്ങ് പറയാറുണ്ടോ? പറയാറ് ഉണ്ട്, തിരിച്ച് പറയാറുണ്ട്. ഓക്കെ, വെരി ഗുഡ് അല്ലേ. അങ്ങനെ പറയണം നമ്മൾ ഇല്ലേ. നമുക്ക് നല്ലതാണ് എന്ന് പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ, അവിടെ പറയാൻ വേറെ ആൾക്കാരെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. കുറച്ചപ്പുറത്തുണ്ട് ആരെങ്കിലൊക്കെ, പ്രത്യേകിച്ച് ചിലപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. എന്നിട്ട് എന്താ പറയാന്നറിയോ, ഈ ഇടയായിട്ട് നീ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടാ, കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാന്ന്. എവിടെ? അന്ന് കണ്ടിട്ട് അന്ന് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും എന്താ പറയാ, ഇല്ലേ, ബിരിയാണി ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. യെസ്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ പറയാണ്, ഞാൻ നിന്നെ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എന്നെ ശ്രദ്ധിക്കാനും ഇവിടെ ചില ആളുകളുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഈ വാങ്ങിയ ലിപ്സ്റ്റിക് ഒന്നും വെറുതെ ആയില്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച ഇതൊന്നും തന്നെ വെറുതെ ആയില്ല എന്നൊരു തോന്നലുണ്ടാവുകയും നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്യും. ആരാ ആ പണി ഉണ്ടാക്കിച്ചത്?
നമ്മളെ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. അപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പലരും ഉണ്ട്. അതായത് വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്തുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുക. നല്ല വാക്കുകൾ പറയുക. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ശനി ഞായറൊക്കെയാണ്, അസൈൻമെൻറ്റും ഇതൊന്നും ടീച്ചേഴ്സായിട്ട് തന്നിട്ടുമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ജോലി പിന്നെ ബോസ് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ടൈമായോ? ഇല്ല. ഓക്കെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തില്ല, അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കുമ്പോഴാവും മൊബൈലിൽ ആരുടെ ഒരു ഹായ് കാണുന്നത്. അത് കണ്ടാൽ ഹായ്, ഒരു ഹായ് ഇട്ടിരിക്കുന്നു അല്ലേ. പിന്നെ ആ ഹായിയുടെ പിറകെ പോയി പിന്നെ അവസാനം ഹായേ എന്ന് പറഞ്ഞ് നിലയും വെളിയും കൂടേണ്ട അവസ്ഥയിലേക്ക് ആക്കിയെടുക്കണത് നമ്മൾ തന്നെയാണ്. ഒരു ഹായ് ഇട്ടിട്ടുണ്ടാവുള്ളൂ, തിരിച്ചു നമ്മളെന്തിനാ ഒരു ഹായ് ഇട്ടു. ആരാ? ഞാനാ. അപ്പൊ ഇവിടെ ആരാ? അപ്പുറത്താരാ? അത് ഞാനോ? ഇത് ഞാന്. അപ്പൊ രണ്ട് ഞാനുകളായി. ഒരുപോലാണല്ലോ, രണ്ട് ഞാനായി. പിന്നെ കിടന്ന് ഈ ഞാനും തമ്മിലുള്ള സംസാരം പിന്നെ അങ്ങ് പറഞ്ഞ് ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ട്, ഞാൻ ഇത്ര വെയിറ്റ് ഉണ്ട്, എൻ്റെ നാവിന് പിന്നെ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ നാവിന് അങ്ങനെ നമ്മുടെ നാവിൻ്റെ നീളം വരെ നമ്മൾ അങ്ങ് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം പിന്നെന്താ, ഒന്ന് കണ്ടാലോ? അങ്ങനെ ആ കാഴ്ച എപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഞെട്ടലുകൾ വരുന്നത് ഇല്ലേ. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മുടെ ആരുമല്ല അവരോട് പറയണ്ട. ഇനിയോ ഹായോ ഹീയോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ജസ്റ്റ് അതൊക്കെ ഒന്ന് പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഞാനേ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ്, പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ പട്ടിയില്ല പക്ഷെ തൊട്ടടുത്ത് പട്ടിയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് പകരം ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. എന്തൊക്കെ അവിടെ ആവശ്യമുള്ളതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ. യെസ്. ഓക്കെ. ഇല്ല, ആ കുട്ടികൾക്ക് അത് പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ളവരുടെ ആവശ്യങ്ങൾ അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെ കൂടെ ആയിട്ട് നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇവിടെ ബെല്ലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സമയമായി എന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു പാട്ട് പാടി അങ്ങ് അവസാനിപ്പിച്ചാലോ? പാടാം അല്ലേ? നമുക്ക് ഒരുമിച്ച് പാട്ടാം. I am not alone, I am not alone, I am not alone today. പഠിക്കോ? I am not alone, I am not alone today. Oh, we are not alone, we are not alone, we are not alone today. Oh, deep in my heart, I do believe we are not alone today. Ember group will be great, Ember group will be great, our group will be great one day. Oh, deep in my heart, I do believe we are not alone today. അപ്പോൾ നമ്മൾ എന്താവും? നമ്മുടെ ഗ്രൂപ്പ് ഹൈ ആയിട്ട് അല്ലേ, എല്ലാവരും കൈയൊന്ന് കോർത്ത് പിടിച്ചേ. എന്നിട്ട് എങ്ങനെയാവും? ഹൈ അല്ലേ, നമ്മൾ ഉയരങ്ങളിലേക്ക് പറന്നുയരില്ലേ? ഇല്ലേ? വിശ്വാസമില്ലേ നിങ്ങൾക്ക്? യെസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ച് നിന്നാൽ നമുക്ക് പലതും ഇവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് ആൻഡ് for your valuable times. Okay, thank you.